എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്ക് നമ്മുടെ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്ന ആരാധന എപ്രകാരമായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിന് ആരാധനയ്ക്ക് ഉള്ള പാഠം നമുക്ക് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്നും 5-ാം അധ്യായവുമാണ്. ആരാധന ആണ് 4-ാം അധ്യായം പിതാവായ ദൈവത്തിനുള്ള ആരാധന, 5-ാം അധ്യായം പുത്രൻ തമ്പുരാനുള്ള ആരാധനയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് 4-ാം അധ്യായത്തിൽ നിന്നും ചിന്തിക്കാം. ആദ്യമായിട്ട് ഞാൻ 1 മുതൽ 4-ാം അധ്യായം ആകെ 11 വാക്യങ്ങളാണ്. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സിംഹാസനത്തിൻ്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായൊരു പച്ചവില്ല്. സിംഹാസനത്തിൻ്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിലിരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിൻ്റെ മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. സിംഹാസനത്തിൻ്റെ നടുവിലും സിംഹാസനത്തിൻ്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശം, 2-ാം ജീവി കാളയ്ക്ക് സദൃശം, 3-ാം ജീവി മനുഷ്യനെപ്പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശം. 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിലിരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിൻ്റെ ഇഷ്ടം ഹേതുവാലുണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൻ മുൻപിൽ ഇടും. പ്രൈസ് ദ ലോർഡ്. ആരാധനയെക്കുറിച്ച് നമ്മളിപ്പോൾ ഈ 4-ാം അധ്യായത്തിനകത്ത് ശ്രദ്ധിച്ചല്ലോ. ആരാധനയ്ക്ക് യോഗ്യനായവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. സങ്കീർത്തനം 95:6 ഇങ്ങനെ പറയുന്നു, വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. മുട്ടുകുത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളും അഹന്തകളും മാറ്റി വെച്ചുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തിലാണ് നമുക്കൊന്ന് മുട്ടുകുത്താൻ കഴിയുക. ശാരീരികമായിട്ട് നമ്മൾ മുട്ടുകുത്തിയില്ലെങ്കിൽ പോലും നമ്മുടെ ഹൃദയം കൊണ്ട് താഴ്മയുള്ളവരായിട്ട് അവനെ ആരാധിക്കണം. ആരാണ് ആരാധനയ്ക്ക് യോഗ്യൻ? ആരാധിക്കേണ്ട രീതി എങ്ങനെയാണ് എന്ന് വചനം എന്ത് പറയുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ 95-ാം സങ്കീർത്തനം മുഴുവൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതിനകത്ത് എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്നെല്ലാം അതിനകത്ത് നാം കാണുന്നുണ്ട്. ഇന്ന് പലരും ധരിച്ചിരിക്കുന്നത് ആരാധനയെന്ന് പറഞ്ഞാൽ കുറേ പാട്ടുകൾ ഉറക്കെ പാടുക, അല്ലെങ്കിൽ വാദ്യമേളങ്ങളും എല്ലാം കൂടി ഭയങ്കര ശബ്ദത്തിൻ്റെ ഉച്ചസ്ഥായി വരുമ്പോൾ അവസാനത്തെ ഖണ്ഡിക പല പ്രാവശ്യം ആവർത്തിച്ച് പാടിക്കഴിഞ്ഞ് ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ച് അന്യഭാഷയൊക്കെ പറഞ്ഞ് നൃത്തം ചെയ്ത് അങ്ങ് ആരാധിക്കുന്ന, അതാണ് ആരാധന. ഹല്ലേലൂയ, സ്തോത്രം എന്നൊക്കെയും പറഞ്ഞ്, അല്ലെങ്കിൽ അന്യഭാഷയൊക്കെ പറഞ്ഞ് ഇതാണ് ആരാധന എന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളിൽ മുഴുവനും കാണുന്നത് സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയുടെ വിവരണമാണ്. ഈ 4-ാമത്തെ അധ്യായത്തിൽ സൃഷ്ടിതാവായ ദൈവത്തെ ആരാധിക്കുന്നു. 5-ാമത്തെ അധ്യായത്തിൽ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശുവിനെ ആരാധിക്കുന്നു. ഇവർ രണ്ടുപേരുമാണ് ആരാധനയ്ക്ക് യോഗ്യർ. ആദ്യം സൃഷ്ടി ആണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പിതാവായ ദൈവത്തെ ആദ്യം 1-ാമത്തെ സ്ഥാനം, ആരാധനയിൽ 1-ാമത്തെ സ്ഥാനം പിതാവായ ദൈവത്തിന് കൊടുക്കണം. അതിനുശേഷമാണല്ലോ വീണ്ടെടുപ്പ് നടക്കുന്നത്.
വെളിപ്പാട് 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിൻ്റെ ഇഷ്ടഹേതുവാലുണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞും കൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൻ്റെ മുമ്പിലിടും. 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യൻ, പിതാവായ ദൈവം ആരാധനയ്ക്ക് യോഗ്യൻ. വർഷിപ്പ് എന്ന് പറഞ്ഞാൽ വർഷിപ്പ് എന്ന് പറയാൻ കഴിയും നമുക്ക്. യോഗ്യത കൽപ്പിക്കുക, വർത്ത്. ഹും വൺ ഈസ് വർത്ത്. ആർക്കാണ് ആരാധന സ്വീകരിക്കാൻ യോഗ്യത? ദൈവത്തിന് മാത്രമേ ആരാധന സ്വീകരിപ്പാൻ യോഗ്യതയുള്ളൂ. നമ്മളൊരാളെ ദൈവം എന്ന് വിളിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിലല്ലേ ദൈവമെന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ. വെറുതെ മനുഷ്യരെയും മറ്റുള്ള സർവ്വസൃഷ്ടികളെയും ദൈവമെന്ന് പറയുവാനായിട്ട് അത് സാധിക്കുമോ അങ്ങനെ പറയാൻ? ദൈവം ആരാണെന്നറിഞ്ഞ് അവൻ എന്ത് ചെയ്യുന്നു എന്നറിഞ്ഞ് നമ്മളവനെ ആരാധന അർപ്പിക്കുക. ദൈവം പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ, അതിനെ പരിപാലിക്കുന്നവൻ, ജീവൻ്റെ മേലും മരണത്തിന്മേലും എല്ലാം അധികാരമുള്ളവൻ. സ്വർഗം ആരാധനയുടെ സ്ഥലമാണ്. ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു. അവിടെയാണ് ആരാധന എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവൻ്റെ മുഖം കാണും. അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നതുകൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. അപ്പോൾ അവിടെ വെളിപ്പാടെന്ന് പറയുമ്പോൾ സർവ്വതും തീർന്ന അവസാനത്തെ ഭാഗമാണല്ലോ. അതാണ് നമ്മൾ വായിക്കുന്നത്. ദൈവൻ്റെ ദാസന്മാർ ദൈവത്തെ ആരാധിക്കും. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിലിരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിലിരിക്കുന്നവർക്ക് കൂടാരം ആയിരിക്കും. അപ്പോൾ ഇംഗ്ലീഷിൽ സിംഹാസനത്തിലിരിക്കുന്നതിന് അവർക്ക് കൂടാരമായിരിക്കും എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ ഇരിക്കുന്നത്, ആൻഡ് ഹീ ഹു സിറ്റ്സ് ഓൺ ദ ത്രോൺ വിൽ ഷെൽട്ടർ ദം വിത്ത് ഹിസ് പ്രസൻസ്. അപ്പോൾ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇവരെ അല്ലെങ്കിൽ നമ്മെ തൻ്റെ ആ ചിറകടിയിൽ നമ്മൾക്ക് നല്ല സംരക്ഷണം തരും എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ രാപ്പകൽ അവനെ ആരാധിക്കും. രാവെന്നില്ല പകലെന്നില്ല, സ്വർഗത്തിൽ ആരാധന മാത്രമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തെ വേണ്ട പോലെ ആരാധിപ്പാൻ ഇപ്പോൾ തന്നെ പരിചയിച്ച് തുടങ്ങുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ. ഇവിടുത്തെ കാര്യങ്ങളുടെ ഒരു തുടർച്ച മാത്രമാണ് അവിടെ. വെളിപ്പാട് 4-ഉം 5-ഉം അധ്യായങ്ങളിൽ കൂടെ ആരാധന എന്താണ്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്നും അർഹിക്കുന്ന എല്ലാ മഹത്വവും ദൈവത്തിന് മാത്രം നൽകുവാനും അറിയാൻ നമുക്ക് കഴിയും. നമ്മളിതൊക്കെയും പഠിച്ചിരിക്കേണ്ട ആവശ്യമാണ്. വെളിപ്പാട് 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ യോഹന്നാന് ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. അതിൽ 19-ാമത്തെ വാക്യം വായിക്കാം. നീ ഈ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എന്ന് പറഞ്ഞാൽ, നീ കണ്ടത്, യോഹന്നാനെ ദൈവം കാണിച്ചു കൊടുത്തത് യേശുക്രിസ്തുവിനെയാണ്. യേശുക്രിസ്തുവിൻ്റെ വലിയൊരു തേജസ്സുള്ള പ്രത്യക്ഷതയാണ് യോഹന്നാൻ കണ്ടത്. ഇപ്പോഴുള്ളതെന്ന് പറയുന്നത് 2-ാമത്തെയും 3-ാമത്തെയും അധ്യായത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന 7 സഭകളുടെ കർത്താവിൻ്റെ ശരീരത്തെക്കുറിച്ചാണ്. ഇപ്പോഴുള്ളത് കർത്താവിൻ്റെ ശരീരം. ആ സഭകൾ ഇപ്പോഴും തീർന്നു പോയിട്ടില്ല. ഇപ്പോഴും കർത്താവ് വന്നിട്ടില്ലല്ലോ. ഇപ്പോഴും സഭകളുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ളത് സഭ, കർത്താവിൻ്റെ ശരീരം. ഇനി സംഭവിപ്പാനിരിക്കുന്നത് അതാണ് 4-ാം അധ്യായം. വെളിപ്പാട് 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയുള്ളത് ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്ന കാര്യങ്ങളുടെ പ്രവചനമാണ്. ഇതൊക്കെയും ആണ് യോഹന്നാന് ദൈവം കാണിച്ചു കൊടുത്ത് എഴുതുവാൻ യോഹന്നാനോട് പറയുന്നത്. നമുക്ക് വെളിപ്പാട് 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കാം.
അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഇപ്പോൾ ഇത് കാണിച്ചു കൊടുക്കുന്നത് ആർക്കാണ്? യോഹന്നാനെയാണ് ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞ് ക്ഷണിച്ചത്. അപ്പോൾ അന്ന് സംഭവിച്ചത് യോഹന്നാനാണ് ഇത് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നാൽ സഭാകാലം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ദൈവജനത്തിന് എന്ത് സംഭവിക്കും? അപ്പോൾ അവിടെ സ്വർഗം തുറക്കുകയും സഭ എടുക്കപ്പെടുകയും ചെയ്യും അങ്ങോട്ട്. പിന്നെ ഭൂമിയിൽ ദൈവത്തിൻ്റെ ന്യായവിധി തുടങ്ങും. അത് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും എന്നുള്ള ഭാഗങ്ങൾ. അതുപോലെ 1 കൊരിന്ത്യർ 15:52 വായിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് 1 കൊരിന്ത്യർ 15:52, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ സഭയുടെ എടുക്കപ്പെടലിനെ കുറിച്ചാണ് പറയുന്നത്. സഭ അന്ന് എടുക്കപ്പെടും. ഇപ്പോൾ ഇവിടെ കാണുന്നത് യോഹന്നാൻ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം നീ എഴുതുവാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സഭ ഇപ്പോൾ ദൈവം ഈ ഭൂമിയിൽ തൻ്റെ കോപം പകരും. അതിനു മുമ്പാണ് സഭ എടുക്കപ്പെടുന്നത്. ദൈവം ഈ ഭൂമിയിൽ കോപം പകരുന്നതിന് മുമ്പ് സ്വർഗത്തിൻ്റെ ഒരു ദർശനം, അവിടെ എന്തൊക്കെ നടക്കുന്നെന്ന് കാണാനായിട്ടൊരു അവസരം നമുക്കും ഇപ്പോൾ അത് തരികയാണ്. യോഹന്നാന് ദൈവം അത് കാണിച്ചു കൊടുത്തു. യോഹന്നാൻ അവിടെ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം തൻ്റെ ഒരു കോപം ഭൂമിയിൽ പകരുന്നുണ്ട് അനുസരണം കെട്ടവരുടെ മേൽ. അപ്പോൾ സ്വർഗത്തിൽ എന്തൊക്കെ, അതിനെക്കുറിച്ച് സ്വർഗത്തിലുള്ളൊരു ദർശനമാണ് ഇപ്പോൾ നമ്മൾ 4-ാം അധ്യായത്തിൽ നിന്ന് കാണുന്നത്. നമ്മുടെ പഠനത്തിനും നമ്മുടെ അനുസരണത്തിനും അനുകരണത്തിനും ഈ ഒരവസരമാണ് ഇതിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മളിത് പഠിക്കണം, നമ്മളിതുപോലെ അനുകരിക്കണം. നാം മുമ്പേ പറഞ്ഞ പോലെ സൃഷ്ടാവായ ദൈവം, വീണ്ടെടുപ്പുകാരനായ ദൈവം, ഇങ്ങനെ 2 തലങ്ങളിലാണ് ആരാധന. 4-ാമത്തെ അധ്യായത്തിൽ ആവർത്തിച്ച് വരുന്നൊരു പദമുണ്ട്, സിംഹാസനം. 1-2 വാക്യങ്ങൾ. 1-ാമത്തെ വാക്യം ഞാൻ വായിച്ചു, 2-ാമത്തേത് വായിക്കാം. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ആത്മവിവശനായി എന്ന് പറഞ്ഞാൽ യോഹന്നാനോട് കയറി വരുവാൻ പറയുമ്പോൾ മനുഷ്യ ശരീരത്തിലൂടെ സ്വർഗത്തിൽ കയറി ചെല്ലുവാൻ കഴിയുകയില്ലല്ലോ. അതുകൊണ്ട് ആത്മാവിലാണ് യോഹന്നാൻ അവിടെ കയറി ചെല്ലുന്നത്. അപ്പോൾ ആദ്യം കാണുന്നത് ഒരു സിംഹാസനം, സ്വർഗത്തിൽ ഒരു സിംഹാസനം, ഒരുവൻ സിംഹാസനത്തിലിരിക്കുന്നു. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ആരാധന അർപ്പിക്കാൻ ഉള്ളൊരവസരമാണ്. സ്വർഗത്തിൽ പിതാവായ ദൈവം സിംഹാസനത്തിലിരിക്കുമ്പോൾ അവനെ നമ്മൾ ആരാധിച്ചു പോവുകയാണ് അറിയാതെ തന്നെ. 4-ാം അധ്യായത്തിൽ ആകെ 11 വാക്യങ്ങളുണ്ട്. അതിൽ 14 പ്രാവശ്യം സിംഹാസനം എന്ന പദം കാണും. അപ്പോൾ സിംഹാസനത്തിൻ്റെ ആ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഈ വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തിൽ 46 പ്രാവശ്യം സിംഹാസനം എന്ന പദം കാണുന്നുണ്ട്. പിന്നെ സങ്കീർത്തനത്തിനകത്തൊക്കെ നമ്മൾ വായിക്കുന്നു, 103-ാം സങ്കീർത്തനത്തിൻ്റെ 19-ാം വാക്യത്തിൽ ദൈവം തന്നെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവൻ്റെ രാജത്വം സകലത്തെയും ഭരിക്കുന്നു. അപ്പോൾ അവൻ്റെ രാജത്വമാണ് സകലത്തെയും ഭരിക്കുന്നത്. ദൈവം തൻ്റെ സിംഹാസനം, ദൈവൻ രാജാധിരാജാവായിട്ട്, സകല രാജാക്കന്മാരുടെയും രാജാവായിട്ട് തൻ്റെ സിംഹാസനം സ്വർഗത്തിലുണ്ട്. അവൻ്റെ രാജത്വമാണ് സകലത്തെയും ഭരിക്കുന്നത്. സങ്കീർത്തനം 47:2 പറയുന്നു, അവൻ സർവ്വഭൂമിക്കും മഹാരാജാവാകുന്നു. 47-ാം സങ്കീർത്തനത്തിന് 8-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം ജാതികളെ ഭരിക്കുന്നു, ദൈവം തൻ്റെ വിശുദ്ധ സിംഹാസനത്തിലിരിക്കുന്നു. അപ്പോൾ ഇത്ര മഹാൻ, ഏറ്റവും മഹാനായവൻ, അവനെ ആരാധനയ്ക്ക് അവൻ യോഗ്യനല്ലേ? സങ്കീർത്തനം 11:4 പറയുന്നത്, യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, അവൻ്റെ സിംഹാസനം സ്വർഗത്തിലാകുന്നു, അവൻ അറിയാതെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഭൂമിയിൽ എന്ത് നടന്നാലും ദൈവത്തിൻ്റെ അറിവോടുകൂടിയല്ല, ദൈവം അനുവദിക്കാതെ ഭൂമിയിൽ ഒന്നും തന്നെ നടക്കുന്നില്ല. ഒരു ഭരണാധികാരിയെയും മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരമല്ല, സകലതും ദൈവത്തിൻ്റെ അനുവാദത്തോടുകൂടി തന്നെയാണ് ഇവിടെ നടക്കുന്നത്. യോഹന്നാൻ ദൈവത്തിൻ്റെ മഹത്വവും സർവാധിപത്യവും ഊന്നിപ്പറയാണ്. അപ്പോൾ ഇത് നമ്മളെല്ലാവർക്കും എല്ലാം സമ്മതിക്കേണ്ട കാര്യമാണിത്, ദൈവത്തിൻ്റെ സർവാധിപത്യം. യോഹന്നാൻ അപ്പോസ്തലൻ ഈ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ ആ സമയത്തെ വിശ്വാസികൾ വളരെ പീഡനത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാലമാണ്.
അവർക്ക് എന്ത് സംഭവിക്കുമെന്നൊക്കെയുള്ളൊരു ഉറപ്പില്ലല്ലോ. അപ്പോൾ അവരെ ഒന്ന് ഉറപ്പിക്കുവാൻ, ഭാവിയിൽ എന്ത് സംഭവിക്കും, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്കൊരു ഉറപ്പിനായിട്ട് എഴുതി കൊടുക്കുവാനാണ് യോഹന്നാനെ ഇത് എഴുതുവാൻ ദൈവം പറയുന്നത്. ഏത് കാലഘട്ടത്തിലും എവിടെയും ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾ എല്ലാവരും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് അറിയുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ യോഹന്നാന് ഇത് വെളിപ്പെടുത്തി കൊടുത്തത്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ സ്വർഗത്തിൽ എന്താണ് കണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് കണ്ടത് 3-ാമത്തെ വാക്യം, 4:3. യോഹന്നാൻ കണ്ടത് ആദ്യം നമ്മൾ കാണുന്നുണ്ടല്ലോ, സ്വർഗത്തിലൊരു 1 മുതൽ 2, 3, 1, 2 അധ്യായങ്ങൾ കാണുന്നത്. ആദ്യം ഒരു സിംഹാസനം കാണുന്നു, സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് കാണുന്നു. അത് സർവശക്തനായ ദൈവം. രണ്ടാമത് കാണുന്നത് 3-ാമത്തെ വാക്യത്തിൽ, ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ, സിംഹാസനത്തിൻ്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായ ഒരു പച്ച വില്ല്. അപ്പം ആദ്യം ദൈവത്തിൻ്റെ ആ ദർശനം കാണുന്നു. ദൈവം എങ്ങനെയാണ്? കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. പിന്നെ എറൗണ്ട് ദ ത്രോൺ ഒരു മഴവില്ല്, റെയിൻബോ ആണ് കാണുന്നത്. അത് ആ സിംഹാസനത്തിന് ചുറ്റിലുമുണ്ട്. പൂർണ്ണമായ ഒരു മഴവില്ല് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ കളർ ഭൂമിയിലെ മഴവില്ലിൻ്റെ കളറല്ല, പച്ചയാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. മൂന്നാമത് കാണുന്നത് ചുറ്റും മൂപ്പന്മാരും 4 ജീവികളും. സിംഹാസനത്തിൻ്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിലിരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. ചുറ്റും കാണുന്ന മൂപ്പന്മാരെ കാണുന്നുണ്ട്. പിന്നെ 4 ജീവികളെ കാണുന്നുണ്ട്. ഔട്ടർ ദ ത്രോൺ നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. സിംഹാസനത്തിലിരിക്കുന്ന അവരുടെ തലയിൽ പൊൻകിരീടം, സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിൻ്റെ മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിന് നടുവിലും സിംഹാസനത്തിൻ്റെ ചുറ്റിലും 4 ജീവികൾ. അപ്പോൾ ഈ കാഴ്ചയാണ് യോഹന്നാൻ കാണുന്നത്. പിന്നീട് ആ സിംഹാസനത്തിന് മുമ്പിൽ കാണുന്ന ചുറ്റും മൂപ്പന്മാരും 4 ജീവികളും, ഔട്ടർ ദ ത്രോൺ നാദവും ഇടിമുഴക്കവും. 5-6 വാക്യങ്ങൾ കാണുന്നത്, അതിന് മുമ്പിൽ വിളക്ക്, ലാംപ് സ്റ്റാൻഡ്, കണ്ണാടിക്കടൽ. ഇവിടെയാണ് സിംഹാസനത്തിൻ്റെ മുമ്പിലാണ് ഇതൊക്കെ കാണുന്നത്. അവിടെയാണ് സ്തുതി, സ്തോത്രങ്ങൾ, ആരാധനയെല്ലാം നടക്കുന്നത്. ഒരു വലിയ രാജസഭയുടെ പ്രൗഢിയാണ് നമ്മൾ ഈ വിവരണത്തിൽ കാണാൻ കഴിയുന്നത്. മൂപ്പന്മാരെന്ന് പറയുന്നത് ജയം പ്രാപിച്ച് സ്വർഗത്തിലെത്തിയ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ പ്രതിനിധികളാണ് 24 മൂപ്പന്മാർ. 4 ജീവികളെക്കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ പഴയ നിയമത്തിനകത്ത് ഇവരെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. യെഹെസ്കേൽ 1-ാം അധ്യായം 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കെരൂബുകളെക്കുറിച്ച് പറയുന്നു. യെശയ്യാവ് 6-ാം അധ്യായത്തിനകത്ത് സാറാഫുകളെക്കുറിച്ച് പറയുന്നു. ഇവയൊക്കെ നമ്മൾ വായിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സിംഹാസനത്തിലിരിക്കുന്നവനെ നമുക്ക് ശ്രദ്ധിക്കാം. 1-ാമത്തെ പോയിൻ്റാണത്. കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. ഇത് പിതാവായ ദൈവമാണ്. സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് അറുക്കപ്പെട്ട കുഞ്ഞാട് വന്ന് പുസ്തകം വാങ്ങിയെന്ന് വെളിപ്പാട് 5-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ തേജസ്, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല. 1 യോഹന്നാൻ 1:5 ഇത് വായിക്കുന്നത്. 1 തിമോത്തിയോസ് 6:16 പറയുന്നത് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. വെളിപ്പാട് 21:11 പറയുന്നത് അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ ക്രിസ്റ്റൽ ക്ലിയർ, സ്ഫടികത്തിന് തുല്യമായ, എന്ന് വെച്ചാൽ വളരെ ഭയങ്കരമായ പ്രകാശമാനമായ, അതാണ് സൂര്യൻ. സൂര്യൻ്റെ പ്രകാശത്തെ നമുക്ക് നമ്മുടെ നഗ്ന കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കുകയില്ല, കത്തി ജ്വലിച്ച് നിൽക്കുന്ന സൂര്യനെ. എന്നാൽ ഇവിടെ നമുക്ക് ഈ ദൈവത്തെ പൂർണ്ണമായിട്ടും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. സങ്കീർത്തനം 84:11 കാണുന്ന യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. ഈ ദൈവത്തെ കാണാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. എന്നാൽ പഴയ നിയമത്തിൽ അവർ ദൈവത്തെ കണ്ടു എന്ന് പറയുന്ന ഭാഗം നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് പുറപ്പാട് 24:9-10 വാക്യങ്ങളും യെഹെസ്കേൽ 1-ാം അധ്യായത്തിൻ്റെ 26-28 വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയാണ് അവർ കണ്ടത്. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ യഹോവയെ കണ്ടു എന്ന്. എന്നാൽ എസെക്കിയേലിനകത്തും മഹത്വത്തിൻ്റെ ഒരു പ്രത്യക്ഷതയെ മാത്രമേ അവർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. ഈ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. ആർക്കും ദൈവത്തെ പൂർണ്ണമായിട്ട് കാണുവാൻ കഴിഞ്ഞിട്ടില്ല.
വീണ്ടും വെളിപ്പാട് 4 ആദ്യം യോഹന്നാൻ കാണുന്ന സിംഹാസനത്തിലിരിക്കുന്ന പിതാവിനെയാണ്. ഹീസ് വർത്തി ഫോർ വർഷിപ്പ്, അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. 4:3 ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായൊരു പച്ചവില്ല്, എന്നാൽ മഴവില്ല്, അതായത് കംപ്ലീറ്റ് ഒരു സർക്കിളാണ്. ഈ മഴവില്ലെന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം, ഉൽപ്പത്തിക്കകത്തുള്ള നോഹയുടെ കാലത്ത് ദൈവം പ്രളയത്തിൻ്റെ സമയത്ത് ഒരു നിയമം ചെയ്യുമ്പോൾ വെച്ച വില്ലാണ്. അതിൻ്റെ വിവരങ്ങൾ പൂർണ്ണമായിട്ട് വായിക്കണമെങ്കിൽ ഉൽപ്പത്തി 9:11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം ചെയ്ത ഒരു നിത്യ നിയമത്തിൻ്റെ അടയാളമായിട്ടാണ് മേഘത്തിൽ ആ വില്ല് വെച്ചിരിക്കുന്നത്. അത് വെക്കുമ്പോൾ ദൈവം പറയുന്നത്, അത് കാണുമ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്ത നിയമം ഓർക്കും, നിങ്ങളോട് ഇനി ഞാൻ ക്രോധത്തോടെ ഇടപെടുകയില്ല, അല്ലെങ്കിൽ പ്രളയത്താൽ ഞാൻ നശിപ്പിക്കുകയില്ല. ദൈവത്തിൻ്റെ കരുണയാണ് ഈ വില്ല് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ പിന്നെ സ്വർഗത്തിൽ ആരാധന നടക്കുന്നു. ഭൂമിയിൽ നടക്കുന്നതോ ന്യായവിധിയാണ്. അപ്പോൾ ഈ ന്യായവിധിയുടെ സമയത്തും ദൈവം കരുണ കാണിക്കുന്ന ദൈവമാണെന്നാണ് ഈ മഴവില്ല് അവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇനിയും ഭൂമിയിൽ ദൈവത്തിന് ചില കരുണകൾ ചെയ്യാൻ കഴിയും. ഈ മഹോപദ്രവ കാലത്തും ദൈവം മനസാന്തരപ്പെട്ട് കടന്നു വരുന്നവർക്ക് വേണ്ടി കരുണ ചെയ്യുവാൻ അവൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഒറ്റയടിക്ക് ഈ ക്രോധം എല്ലാവരുടെ മേൽ, ജനത്തിന് മേൽ പകരാതെ പതുക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7 വർഷം കൊണ്ടാണ്. എന്നാൽ ഈ ദൈവത്തിൻ്റെ കരുണയെ ഓർക്കുമ്പോൾ നമുക്ക് അവനെ ആരാധിക്കാൻ അപ്പോൾ ഭൂമി ന്യായവിധി ആരംഭിക്കുകയാണ്. ദൈവത്തിൻ്റെ ക്രോധം ചൊരിയുന്ന ആരുടെ മേലാണ്? അനുസരണം കെട്ടവരുടെ മേലാണ്. അപ്പോൾ ഇവിടെ വീണ്ടും ദൈവത്തിൻ്റെ കരുണ കാണാൻ കഴിയും. ഹബക്കൂക്ക് 3:2 പറയുന്നുണ്ട്, നിൻ്റെ ക്രോധത്തിങ്കൽ കരുണ ഓർക്കണമേ എന്ന്. ദൈവത്തിൻ്റെ ഉടമ്പടി ദൈവത്തിന് എപ്പോഴും ഓർമ്മയുണ്ട്. അതിനാണ് വില്ല് അവിടെ വെച്ചിരിക്കുന്നത്. മഴവില്ല് കാറ്റിനും മഴയ്ക്കും ശേഷമാണ് ഭൂമിയിൽ കാണുന്നത്. എന്നാൽ സ്വർഗത്തിൽ വില്ല് കാണുന്നത് ന്യായവിധി എന്ന മഴയ്ക്ക് തൊട്ട് മുമ്പാണ്. അപ്പോൾ ഒറ്റയടിക്ക് എല്ലാത്തിനെയും ദൈവം നശിപ്പിക്കുന്നില്ല. ഈ സമയത്തും ദൈവം ഒരു നിത്യ സുവിശേഷം അറിയിക്കാൻ ഒരു ദൂതനെ അയക്കുന്നത് വെളിപ്പാട് 14:6 നാം വായിക്കുന്നുണ്ട്. അത് ആ സുവിശേഷം കേട്ട് അനേകർക്ക് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാനുള്ള അവസരവും ഒരുക്കുകയാണ്. അത് ആ ദൈവത്തിൻ്റെ കരുണയെ ഓർക്കുമ്പോൾ നമുക്ക് അവനെ ആരാധിക്കാം. അതുകൊണ്ട് ഇനിയും നമുക്ക് അവനെ ആരാധിക്കാൻ എന്നുള്ള കാര്യങ്ങൾ അടുത്ത തവണ നമുക്ക് ചിന്തിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.